ഹേ എവരിവൺ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നിങ്ങൾ ഒരു പുതിയ ടി വി എടുക്കാൻ പോകുമ്പോൾ ചില കാര്യങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. ചില ലോഗോസ് HDR10, HDR10+, ഡോൾബി വിഷൻ, ഇപ്പോൾ ഡോൾബി വിഷൻ 2 എന്ന് പറഞ്ഞ സാധനവും കാണാം. അപ്പോൾ എന്താണ് ഈ HDR, എന്താണ് ഈ ഡോൾബി വിഷൻ? അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. കുറച്ച് ടെക്നിക്കലാണ് സംഭവം, പക്ഷേ എങ്കിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം അതൊരു സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ. അപ്പോൾ ഇത് ശരിക്കും ഒരു ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ടോ നമ്മുടെ പിക്ചർ ക്വാളിറ്റിയിൽ, അതും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ റെസൊല്യൂഷൻ അല്ല HDR, അതായത് 4K, 2K അല്ലെങ്കിൽ ഫുൾ HD എന്നൊക്കെയുള്ള ഒരു റെസൊല്യൂഷൻസ് എന്ന് പറയുന്നത് അത് പിക്സൽസ് ആണ്. അതായത് നമ്മുടെ ടി വിക്ക് കാണിക്കാൻ പറ്റിയ പിക്ചറിലുള്ള പിക്സൽസ് ആണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. HDR ടെക്നോളജി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കണ്ടന്റിലോ അല്ലെങ്കിൽ പിക്ചറിലോ ഉള്ള ക്വാളിറ്റി നമുക്ക് നന്നാക്കി തരികയാണ് ചെയ്യുന്നത്. അതായത് കളേഴ്സ്, പിന്നെ കോൺട്രാസ്റ്റ്, പിന്നെ ഡീറ്റെയിൽസ്, ഈ 3 സംഗതികളാണ് മെയിൻ ആയിട്ട് HDRും ഡോൾബി വിഷനും ഇങ്ങനത്തെയുള്ള ഫോർമാറ്റ്സുകൾ നമ്മുടെ ടി വിയിൽ കാണിച്ചു തരുന്നത്. പല കമ്പനികളുടെ ടി വി ആണ് ഇന്ന് മാർക്കറ്റിലുള്ളത്. നമ്മളൊരു ടി വി വാങ്ങുമ്പോൾ അത് ചിലപ്പോൾ പാനസോണിക്കിൻ്റെതാവാം, സോണിയുടേതാവാം, LGയുടേതാവാം, TCL ആവാം, ഏതെങ്കിലും ബ്രാൻഡുകൾ ആവാം. ഒരു ഫിലിം നമ്മുടെ ഇപ്പം സ്ട്രീമിംഗ് സർവീസിൽ കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലൂറേ പ്ലെയറിലൊക്കെ നമ്മൾ ഇട്ട് കാണുകയാണെങ്കിൽ എന്താണ് ആ ഒരു ഫിലിം മേക്കർ അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷനിൽ എന്ത് കളേഴ്സാണ് അല്ലെങ്കിൽ എന്ത് ബ്രൈറ്റ്നെസ് ആണ് ആക്ച്വലി ആ ഒരു സീന് നമ്മൾ കാണുമ്പോൾ അതിലുള്ളത്, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ആ ഒരു ഇരുട്ടിൽ അല്ലെങ്കിൽ ഡാർക്കർ ഏരിയാസിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട് എന്നൊക്കെ പല ടി വികൾക്ക് ഇത് ഈ പിക്ചർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ശരിക്കും HDR ഫോർമാറ്റ് ഉണ്ടായി തുടങ്ങിയത്. ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ HDR എന്ന് പറയുന്നത് ഹൈ ഡൈനാമിക് റേഞ്ച്, അതാണ് HDR. ബേസിക് ആയിട്ട് നമുക്ക് എല്ലാ ടി വികളിലും ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് HDR10 ആണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മാനുഫാക്ചറേഴ്സോ കമ്പനികളോ ആർക്കും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ഓപ്പൺ ഫോർമാറ്റ് ആണ്. അവർക്ക് ഈ HDR യൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് അതെടുത്ത് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ടി വികളിലും അത് കണ്ടു തുടങ്ങുന്നത്. ഇപ്പം ഏറ്റവും ലോ ബഡ്ജറ്റ് ടി വി ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു സീന്, ഒരു പിക്ചർ കാണുന്ന സമയത്ത് പിക്ചറിൽ എന്ത് ബ്രൈറ്റ്നെസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് HDR ടി വിനോട് അല്ലെങ്കിൽ ടി വിൻ്റെ ഡിസ്പ്ലേനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. 4K അല്ലെങ്കിൽ ഫുൾ HD, HDR10 സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതിൽ നമ്മളൊരു പിക്ചർ, ഒരു വ്ലോഗ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പിക്ചർ നമ്മൾ കാണുന്ന സമയത്ത് ഉടനീളം, അതായത് ആ പിക്ചർ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നത് വരെ ഏത് സീന് ഡിഫറെൻറ്റ് ഇരുട്ടായാലും ബ്രൈറ്റ്നെസ് കൂടുതലുള്ള സീൻസ്, ഇപ്പോൾ എക്സ്പ്ലോഷൻ, പൊട്ടിത്തെറിയൊക്കെ നടക്കുമ്പോൾ ബ്രൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഇരുട്ടിലുള്ള ഒരു നൈറ്റ് സീന് കാണിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഇരുട്ടുള്ള ഒരു സീനായിരിക്കും. അപ്പോൾ അവിടെ എല്ലാം ഈ HDR10 ഒരേ ബ്രൈറ്റ്നെസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു പോരായ്മയും. എല്ലാ സീനിനും ഒരേ ബ്രൈറ്റ്നെസ് ലെവൽ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഡാർക്കർ സീൻ വരുമ്പോൾ ഭയങ്കര ബ്രൈറ്റ് പോലെ തോന്നും, ബ്രൈറ്റർ സീനാകുമ്പോൾ അതേപോലെ ബ്രൈറ്റായി തോന്നും. അപ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓട്ടോമാറ്റിക്കലി ടി വിക്ക് ചെയ്യാൻ പറ്റില്ല HDR10ൽ. ഇനി നമുക്ക് HDR10+നെ പറ്റി നോക്കാം. ഇതെന്ന് പറയുന്ന പേര് പോലെ തന്നെ HDRൻ്റെ ഒരു അപ്ഗ്രേഡാണ്. HDR10+ൽ സീൻ ബൈ സീനായിട്ട് ടി വിനോട് അല്ലെങ്കിൽ ഡിസ്പ്ലേയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇത്ര ബ്രൈറ്റ്നെസ് ആണ് ഈ പിക്ചർ സീനിന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഇത്ര ഡാർക്ക്നെസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന് പറയും. അപ്പോൾ നമുക്ക് സീൻ ബൈ സീൻ തന്നെ ടി വി തന്നെ ഓട്ടോമാറ്റിക്കലി സ്ലോലി മൈനർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ കാണാൻ പിക്ചർ ബെറ്റർ ആയിട്ട് ഒരു ബ്രൈറ്റ്നെസ് ലെവൽ തോന്നും. ഇതാണ് HDR10+. ഇത് പ്രത്യേകിച്ച് സാംസങ്ങിനെ പോലത്തെ കമ്പനീസ് ആണ് കൂടുതൽ യൂസ് ചെയ്ത് വരുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. ടി വി നിങ്ങൾ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ഫീച്ചേഴ്സ് നോക്കുമ്പോൾ HDR10, HDR10+ എന്നൊക്കെ കാണുമ്പോൾ ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഈ കാര്യങ്ങളൊക്കെയാണ് അതിൽ ആ പിക്ചർ ക്വാളിറ്റിയിൽ അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒരു പ്രീമിയം ആയിട്ടുള്ള ഡോൾബി വിഷൻ എന്ന് പറഞ്ഞുള്ള ടെക്നോളജി നോക്കാം. TCL, ഹൈസെൻസ് അങ്ങനെയൊക്കെ ചൈനീസ് ബ്രാൻഡ്സും കൂടെ കൂടുതൽ വന്നിട്ട് ഇപ്പോൾ ഈ ഡോൾബി വിഷനൊക്കെ പണ്ട് നമുക്ക് LG, സോണിൻ്റെ ഒക്കെ പ്രീമിയം മോഡൽസിലൊക്കെ കണ്ടുവന്നിരുന്ന ഡോൾബി വിഷനൊക്കെ ഇപ്പം നമുക്കൊരു മിഡ് ബഡ്ജറ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ലോവർ ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ തന്നെ തുടങ്ങുന്ന TVസിൽ തന്നെ നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് പ്രീമിയം TVസിൽ വന്നിരുന്നത് വെച്ചാൽ ഡോൾബി നിങ്ങൾക്ക് അറിയുന്ന പോലെ അമേരിക്കൻ കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയാണ് ഈ ഫോർമാറ്റ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഈ ഡോൾബി വിഷൻ ഫോർമാറ്റ് യൂസ് ചെയ്യണമെങ്കിൽ കമ്പനീസ് ഒരു റോയൽറ്റി ഡോൾബി കമ്പനിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അത് നാച്ചുറലി TVയുടെ കോസ്റ്റ് കൂട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ലോ ബഡ്ജറ്റ് TVസിലൊന്നും ഡോൾബി വിഷൻ കാണാത്തത്. HDR10ഉം 10+ഉം ഫ്രീ ആയതുകൊണ്ടാണ് എല്ലാ കമ്പനിയും എല്ലാ TVയിലും അത് എടുത്തു വെക്കുന്നത്. ഇപ്പം നമ്മൾ സ്ട്രീമിംഗ് സർവീസസ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ടോപ്പ് ടിയർ സബ്സ്ക്രിപ്ഷൻ റേഞ്ചിലൊക്കെയാണ് നമുക്ക് ഡോൾബി വിഷനും അതിന് അങ്ങോട്ട് മുകളിലേക്കുള്ള പ്രീമിയം ഒരു HDR ഫോർമാറ്റ്സ് ഒക്കെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ HDR10+ൽ ബ്രൈറ്റ്നെസ്സും ഡാർക്ക്നെസ്സും ഒക്കെ സീൻ ബൈ സീൻ നമ്മളൊരു മൂവി കാണുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കും. HDR10+ൽ ഡോൾബിയിൽ കുറച്ചും കൂടെ കളേഴ്സും ഇത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ടി
വിക്ക് ഇപ്പം TCLോ അല്ലെങ്കിൽ LG ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്പെസിഫിക്കേഷനിൽ വൈഡ് കളർ ഗാമറ്റ് അല്ലെങ്കിൽ 97% DCI-P3 എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ ഡിസ്പ്ലേക്ക് വളരെ വൈഡർ ആയിട്ടുള്ള കുറേ കളേഴ്സ് കൂടുതൽ കാണിക്കാൻ പറ്റും. അങ്ങനത്തെ ടിവികളിൽ ഡോൾബി വിഷൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല കളേഴ്സ് എങ്ങനെ കാണിക്കണം. നമ്മൾ ഹണി ഇങ്ങനെ ഒരു ഇതിന്ന് എടുക്കുന്ന ഒരു സീന്, അപ്പോൾ അതിൽ ആ ഹണി എത്രമാത്രം നല്ല ആ യെല്ലോ ഗോൾഡൻ കളറ് നല്ല രസമായിട്ട് കാണിക്കാൻ ഇങ്ങനത്തെ ഡോൾബി വിഷന് കാണിക്കാൻ പറ്റും. ഒന്നാമത് ഡീറ്റെയിൽസ്, അതായത് ആ പിക്ചറിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇരുട്ട് സീനാണ്, ഒരു മരമുണ്ട്, മരത്തിൻ്റെ സൈഡിൽ എന്തെങ്കിലും ചെറിയൊരു സാധനം ചാരി വെച്ചിട്ടുണ്ട്, ഡാർക്ക്നെസ് കൂടുതലുള്ള സീനാണെങ്കിൽ സാധാ TV-യിൽ നമ്മൾ ആ സാധനം കാണാൻ, ആ ഡീറ്റെയിൽസ് അധികം കാണാൻ ചാൻസ് ഇല്ല. ഡോൾബി വിഷനൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ആ ഡീപ്പർ ആ ഷാഡോസ് അങ്ങനെ തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് നമുക്ക് കാണിക്കാൻ സാധിക്കും. പിന്നെ സെക്കൻഡ്, കളറിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈഡർ കളർ ഗാമറ്റ് ഉള്ള TV-കളാകുമ്പോൾ ഡോൾബി വിഷന് ഉള്ളത് കൊണ്ട് നല്ല കളറ്, നല്ല രസമുള്ള പോലെ കളേഴ്സ് നമുക്ക് തോന്നും. പിന്നെ ഉള്ളത് ബ്രൈറ്റ്നസ് ലെവലും കൂടെ ഡോൾബി വിഷൻ ക്ലിയർ ആയിട്ട് സീൻ ബൈ സീൻ അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മളൊരു ബ്രൈറ്റ്നസിൻ്റെ ലെവലിൽ ഞാൻ പറയാം ഹൈലൈറ്റ്സ് എന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു ആകാശത്തിനെ പറ്റി കാണിക്കുകയാണ്, അവിടെ കുറച്ച് ക്ലൗഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചോളെ. അപ്പോൾ ഹൈലൈറ്റ്സ് ഭയങ്കര കൂടുതലായിട്ട് ഓവർ ബ്ലോൺ ആവുകയാണെങ്കിൽ നമുക്ക് ആ ആകാശത്ത് ക്ലൗഡ്സ് ഉള്ള പോലെ തോന്നില്ല, ഭയങ്കര ബ്രൈറ്റ് ആൻഡ് ബ്ലൂ ആയിട്ട് ഇങ്ങനെ ഒരു സാധനം ഭയങ്കര വെളുത്തിട്ടൊരു സാധനം കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ ഡോൾബി വിഷൻ ആകുമ്പോൾ അതിനുള്ള മെറ്റാഡാറ്റ ഉണ്ട്. അതായത് ആ കണ്ടന്റ് പറയും ഇവിടെ ബ്രൈറ്റ്നസ് കുറച്ചും കൂടെ ഇന്ന ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ആ ഒരു ഇതിനനുസരിച്ചുള്ള ബ്രൈറ്റ്നസ് കാണിക്കുമ്പോൾ നമുക്ക് ആ ക്ലൗഡ്സും ആ ആകാശത്തുള്ള ഡീറ്റെയിൽസും നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഡോൾബി വിഷൻ ഉണ്ടെങ്കിലുള്ള അഡ്വാൻറ്റേജ്. പക്ഷേ പഴയ OLED മോഡൽസിലൊക്കെ കുറച്ചൊരു ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജും കൂടെ കാണുന്നുണ്ട്. LGൻ്റെ ഒക്കെ ചില മോഡൽസിലൊക്കെ ഡോൾബി വിഷൻ എടുക്കുമ്പോൾ നന്നായിട്ട് സീന് ഡിം ആവുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ അത് പണ്ടത്തെ മോഡൽസിലൊക്കെ ചെറിയ ബഗ്ഗും കാര്യങ്ങളും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. പണ്ടത്തെ ഡിസ്പ്ലേ OLED ടെക്നോളജിയൊക്കെ ബ്രൈറ്റ്നസ് കുറവാണ്, 500 താഴേക്ക് 400 വരെയൊക്കെ പീക്ക് നെറ്റ് ബ്രൈറ്റ്നസ് പോകുള്ളൂ. അപ്പോൾ അധികവും നല്ല ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ഉള്ള പാനലുകളിലാണ് HDR10+ഉം ഡോൾബി വിഷനും ഡോൾബി വിഷൻ 2 ഒക്കെ നന്നായിട്ട് നമുക്ക് എഫക്റ്റ് കാണുവാൻ സാധിക്കുക. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളെ QD മിനി LED ടിവികൾ, മിനി LED OLEDനേക്കാളും നല്ല ബ്രൈറ്റ്നസ് വരുന്നത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഡോൾബി വിഷൻ കാര്യങ്ങളൊക്കെ നല്ല കുറച്ച് പ്രീമിയം ആയിട്ടുള്ള QD മിനി LED ടിവികളിൽ നന്നായിട്ട് നമുക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് ഫീൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടാൻഡം OLED അല്ലെങ്കിൽ RGB OLED ടെക്നോളജി ഒക്കെ ഉള്ള ടിവികൾ, അതായത് LGൻ്റെ G3 മുതൽ അങ്ങോട്ടുള്ള മോഡൽ G3, G4, G5 ഒക്കെ അല്ലെങ്കിൽ പാനസോണിക്കിൻ്റെ Z സീരീസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന OLED മോഡൽ, ഇപ്പോൾ ഇത് പുതിയ OLED ടെക്നോളജിയിൽ ബ്രൈറ്റ്നസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ അതിൽ ഈ ടെക്നോളജിയൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് ഡോൾബി വിഷനൊക്കെ കാണുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഡോൾബി വിഷൻ 2 വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം TVസിലൊന്നും എത്തിയിട്ടില്ല, ഇതിപ്പോൾ ഒരു ഫോർമാറ്റായി വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു 1-2 കൊല്ലത്തിനുള്ളിൽ നമ്മളിനി TV നോക്കുമ്പോൾ സ്പെസിഫിക്കേഷനിലൊക്കെ ഡോൾബി വിഷൻ 2 എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഡോൾബി വിഷൻ 2 പേര് പോലെ തന്നെ ഡോൾബി വിഷനെക്കാളും കുറച്ചും കൂടെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇപ്പോൾ AIൻ്റെ കാലമാണല്ലോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ TV തന്നെ ആ ഒരു ഡോൾബി വിഷൻ 2 തന്നെ ഫോർമാറ്റ് തന്നെ പ്രീമിയം TVസിലാണ് കണ്ടുവരിക. അപ്പോൾ പ്രീമിയം TVസിൽ ഡെഫിനറ്റ്ലി ലൈറ്റ് സെൻസറും കാര്യങ്ങളും ആംബിയൻ സെൻസർ ഉണ്ടാവും. നിങ്ങളുടെ റൂമിൽ എത്രമാത്രം ബ്രൈറ്റ് ആണ് എത്രമാത്രം ഡാർക്ക് ആണെന്ന് അതിന് മനസ്സിലാക്കി ആ ഇൻപുട്ട് കൊടുക്കും. അതിനനുസരിച്ച് ആ സീൻ ബൈ സീനും കണ്ടന്റും അനുസരിച്ച് ഇത് രണ്ടും കൂടി ഇൻ്റലിജൻ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ടാണ് ഡോൾബി വിഷൻ 2 നമുക്ക് പിക്ചർ കാണിച്ചു തരിക. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് നമ്മുടെ ഒരു വ്യൂയിങ് എൻവയൺമെൻറ്റിനനുസരിച്ച് തന്നെ ഇതിന് ക്ലിയർ ആയിട്ട് സംഗതികൾ കാണിച്ചു തരാൻ പറ്റും. ഇത് ഇനി വരാൻ പോകുന്നത് 2 വേർഷൻ ആയിരിക്കും. അതായത് സ്റ്റാൻഡേർഡ് ഡോൾബി വിഷൻ 2 പിന്നെ മാക്സ് വേർഷൻ ഡോൾബി വിഷൻ 2 എന്ന് പറഞ്ഞിട്ട് 2 വേരിയേഷൻസ് ഉണ്ടാവും. അതായത് വളരെ അൾട്രാ പ്രീമിയം TVസിലൊക്കെ ഡോൾബി വിഷൻ മാക്സ് വേർഷൻ ആയിരിക്കും. കുറച്ചൊരു മിഡ് ബഡ്ജറ്റ് മുതൽ മുകളിലേക്ക് പോകുന്ന TVസിലൊക്കെ സ്റ്റാൻഡേർഡ് ഡോൾബി വിഷൻ 2 ആയിരിക്കും. ഡെഫിനറ്റ്ലി പൈസ നമ്മൾ കൂടുതൽ കൊടുക്കുന്നതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും TVയിലും ഉണ്ടാവും, ഡിസ്പ്ലേയിലും ഉണ്ടാവും. ആ ഒരു കേപ്പബിലിറ്റീസ് ശരിക്കും ഡോൾബി വിഷൻ 2ന് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഒരുവിധം HDR ടെക്നോളജിയും ഡോൾബി വിഷനും ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വളരെ ബേസിക് ആയിട്ട് നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ HDR10 വളരെ സിമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ് ആണ്. എല്ലാ TVയിലും ലോ ബഡ്ജറ്റ് മുതൽ എല്ലാത്തിലും നമുക്കത് കണ്ടുവരാൻ സാധിക്കും. ഒരേ ബ്രൈറ്റ്നസ് ലെവലാണ് അത് ഫുൾ പിക്ചർ ഉടനീളം മെയിൻറ്റെയിൻ ചെയ്യുക. HDR10+ ആണെങ്കിലോ HDR10+ വളരെ സീൻ ബൈ സീൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യും, പ്രത്യേകിച്ച് ബ്രൈറ്റ്നസ്സും ഡാർക്ക്നെസ്സും. ഡോൾബി വിഷൻ ആണെങ്കിൽ കുറച്ചും കൂടെ ബഡ്ജറ്റ്, മീഡിയം ബഡ്ജറ്റ് മുതൽ പ്രീമിയം TVസിൽ നമുക്ക് കാണാൻ സാധിക്കും. ബ്രൈറ്റ്നസ്
ഡാർക്ക്നെസ്, കളർ ഗാമറ്റ് ഇതെല്ലാം ഡോൾബി വിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കണ്ടന്റിനനുസരിച്ചിട്ട്. ഡോൾബി വിഷൻ 2 എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ്, സ്മാർട്ടസ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് HDR ഫീച്ചറാണ്. ബേസിക്കലി അത് കണ്ടന്റ് AI, കണ്ടന്റ് ഇന്റലിജൻസും ആംബിയന്റ് ഇതും എല്ലാം കൂടെ കൂട്ടി ഇണക്കി ബൈ ഡയറക്ഷണൽ ടോൺ മാപ്പിങ്ങും ഒക്കെ ചെയ്തിട്ട് കളറും കാര്യങ്ങളും കുറച്ചും കൂടെ നന്നായിട്ട് കാണിക്കുവാൻ സാധിക്കും ഡോൾബി വിഷൻ 2. അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സ്ട്രീമിംഗ് സർവീസസ് എടുത്തു കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ്, പിന്നെ ജിയോ ഹോട്ട്സ്റ്റാർ, ആപ്പിൾ TV+, പ്രൈം വീഡിയോ, ഇതിലൊക്കെ അധികവും ടോപ്പ് നിങ്ങൾ ഏറ്റവും മാക്സിമം, അതായത് ഏറ്റവും കൂടുതൽ പൈസ ഉള്ള സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടെക്നോളജിക്ക് മാക്സിമം അവരെന്താണ് അവരെ കണ്ടന്റിൽ കൊടുക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ടിവിയിൽ കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ അതിന് കാണിക്കാൻ സാധിക്കും. ആമസോൺ പ്രൈം വീഡിയോ, യൂട്യൂബ് ഇതിലൊക്കെ HDR10+ ഉള്ള കണ്ടന്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ യൂട്യൂബിൽ HDR10+ അല്ലെങ്കിൽ ഡോൾബി വിഷൻ എന്നൊക്കെ സെർച്ച് ചെയ്തിട്ട് ആ വീഡിയോസ് കളിക്കുമ്പോൾ അപ്പൊ തന്നെ നിങ്ങളുടെ ടിവിയിൽ ഇതുണ്ടെങ്കിൽ HDR എന്ന് പറഞ്ഞിട്ട് ലോഗോ ഇങ്ങനെ കാണിക്കും, ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു. അപ്പൊ ഇന്നിപ്പോ നിങ്ങൾക്ക് എല്ലാ ഒരു HDRന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഡൗട്ട്സ് എന്തൊക്കെയുള്ളത് അതൊക്കെ നിങ്ങൾ കമന്റ് ചോദിക്കുക, എന്തായാലും തീർച്ചയായും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ് ഫോർ ദിസ് മോർണിംഗ്.